ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗൃഹാന്തരത്താൽ ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു വൃദ്ധപ്രവരനും പൃഥ്വീധര പ്രവരത്തുങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ കലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃദ്രവാക്യം കേട്ടു മർക്കടൗഘം പരിസ്ത്രസ്തരായന്യോന്യമാശു ചൊല്ലിയിടിനാൾ. അദ്രീന്ദ്ര തുല്യനായൊരു വൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കം തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും വാപികളായി തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനുണ്ടു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യമാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായു എന്നിങ്ങനെ. നിങ്ങൾ ആരെന്തു പറയുന്നതന്യോന്യമിങ്ങുവരുവിൻ ഭയപ്പെടായികേതുമേ. ഉംബർഗോൻ പൗത്രനും അമ്പോട് കേട്ടു സമ്പാദി തന്നുടെ മുമ്പിൽ അമ്മാറുജൻ അംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യാകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിൻ അക്ഷോണിപുത്രീ മുറയിട്ടതു കേട്ടു. തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ നക്ഷണാദാചരനോട് യുധായുവാം. പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോപരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താൽ അതൂ നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ. സത്യം പറഞ്ഞൊഴിഞ്ഞൊന്നുമേ നിന്നുടെ മൃത്യു വരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന. പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കുലോത്ഭവനായ രാമനും അർക്കജനോടഗ്നിസാക്ഷിമാമണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനാകിയ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിതു പോയത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെന്നുമേ. 30 നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ. 30 പാതാളം ഉൾപ്പൊക്കുമാസനം പോയതു മേതുമറിഞ്ഞില്ല ഞങ്ങളക്കതു കൊണ്ടു. ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ.
ഏതാനുമുണ്ടെന്നറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവിനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് വിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനൻ. എന്നുടെ സോദരനായ ഉദകക്രിയ എന്നെ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പനുദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ തൽസരിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാധനം സ്വസ്ഥാന ദേശത്തിരുത്തിയിടിനാൻ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടം ത്രൂട ചലോപരി ഗംഗാപുരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നഗ്നഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. ഗൃധ്രനാകയാൽ സാമർഥ്യമാർക്കുമതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവം അതിനു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം. സമ്പാദി തന്നെ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിയിടിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡലം പര്യന്തം ഉത്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തക്ഷണേ തീയും പിടിച്ചത് അനുജനു പക്ഷപുടങ്ങളിലേറ്റപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്ധയത്തോട് വീണാനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചരേന്ദ്രാഗിരിശി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനൻ. പ്രാണശേഷത്താൽ ഉണർന്നു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായി ഉണർന്നങ്ങനെ ചെന്നേൻ നിശാകരതാപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതി, എന്തു മൂലമിതാരകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കുന്നു ദഗ്ധമാവാനന്ദു പക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നദ്ധമായി വന്നു ചിറവും ദയാനിധേ. ജീവനെ തന്നെ ധരിക്കേണ്ടും ഉപായമി ഏവം എന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി ഇങ്ങനെ അരുളി ചെയ്തു. സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുക്ഷ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിയ നീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ള ഒരകം ബുദ്ധി കൈക്കൊണ്ടു മോഹാദകം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊന്ന് അഹങ്കാരമോർക്ക നീ, വസ്തുവായുള്ളോരയപ്പിണ്ട വത്സത. ചിച്ചയായോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരഹപ്പിണ്ട വത്സത. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുവൻ മാകന്ത നൂനമാത്മാവിനുമായയാം. ദേഹോഹം അദ്ദൈവ കർമ്മ കർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു. ജനന മരണമാം സംസാരത് സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശുകിൽപോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വൃത്താനുരൂപേണ യജ്ഞാദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീടു അധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തൻ മണ്ഡലേ ചെന്നു പതിച്ചു നീ നീഹാരസമേതനായി. ഭൂമോ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാടും ചിറുതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ
ജരായു പരിവേഷ്ടിതമാം ഏകദിനേനെ കലർന്നു കലലമായി ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുരാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശി രുതിരം പരിപ്ലുതമായി വരും ആശു തസ്യാമങ്കുര ഉത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ ഊറും ക്രമേണ ഭവിച്ചിടും അങ്കുരി ജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖ പങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കൂ മതിസ്ഫുടം പിന്നെ മേഡോൽപാസ്തനാഭി പായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഠരസ്തരാന്തരെ 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികളക്കും വരും പഞ്ചമേ മാസി ചൈതന്യമായി വരും മഞ്ജസാ ജീവൻ ക്രമേണമേ ദിനേ ദിനേ നാഭി സൂത്രാൽപരാന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്തോ നരസത്തിനാൽ വർദ്ധതേ ഗർഭകാമായ പിണ്ഡം മുത്തുവരാനിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നിപ്രദത്തത്തിനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ 100,000 യോനികളിൽ ജനിച്ചെത്രയും കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു നിത്യ കുടുംബാഭരണൈകശക്തനായി വിത്തമന്യായമാർജിച്ചതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നത് ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നൊരു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിനാൻ 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഠാന്വിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖേ വാർദ്ധക്യ ദുഃഖവും സർവഭൂമോർത്തോളം ഏതും പുറാസകേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൻ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോത്ഭനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മദേഹാദ്വയാൽപരം മേലെ ഇതിപ്പതാത്മാ പരൻ കേവലം ദേഹാദികൾ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മനാം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകനീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലമെല്ലാം അവനും പ്രാരാബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക ദീസകേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാവല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടം ദശരഥപുത്രനായി നഗ്നഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചമ്പോടും ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ടനായുള്ള ദശാസനാം രാവണൻ പുണ്ടരീകോത്ഭവബുധയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുപോവും മായ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനെ തിരിഞ്ഞിടുവാൻ മർക്കട രാജനിയോഗത്താൽ കവികുലം ദക്ഷിണ വാരിധി തീരദേശം വരും തത്ര സമാഗമം നിന്നോട് വാനർക്കെത്തുമൊരു നിത്യേന സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നുങ്കി വാടുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളനുഭവിച്ചിടും അതിലുള്ള സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കണ്ണിൻ ചെറുകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നെത്രയും ഉത്തമതാവസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ